ഹലോ, അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? നമ്മൾ മാഞ്ചസ്റ്ററിലേക്ക് പോവുകയാണ്. കുറേ നാളായി മാഞ്ചസ്റ്റർ പോകണമെന്ന് വിചാരിക്കണം. വേറൊന്നുമല്ല, മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാണ്. കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കടയുടെ ഇതാണ് കേരള കറി ഹൗസ് എന്ന് പറയുന്നത്. നമ്മുടെ മലയാളി ഫുഡ് കിട്ടുന്ന വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു കട. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ഒക്കെ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെയാട്ടെ എന്ന് വിചാരിച്ച് നീട്ടി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇത്തവണ എന്തായാലും പോയേക്കാന്ന് ഉറപ്പിച്ചു. പക്ഷേ അപ്പോൾ വേറൊരു പ്രശ്നം, കലാപവും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു പോകാനൊക്കെ ആയിട്ട്. പക്ഷേ ലക്ഷ്മി സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ താമസിക്കുന്ന കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഇച്ചിരി കാമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഓഗസ്റ്റ് 12-ാം തീയതി. അപ്പോൾ അന്ന് തന്നെ ഒരു ബർത്ത്ഡേ ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. വെറുതെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത്രയും ദൂരം പെട്രോൾ അടിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളേതായാലും അവിടെ എത്തിയിട്ട് ചുമ്മാ സിറ്റിയും കൂടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുവാണ് കേട്ടോ. ഞങ്ങൾ ഇതുവരെ ട്രാം കണ്ടിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ ഫസ്റ്റ് അത് തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു. ആകെപ്പാടെ ഒരു ഐഡിയ ഉള്ളത് അതിനെപ്പറ്റിയാണ് മാഞ്ചസ്റ്ററിലുള്ളത് എന്നുള്ളത്. നമുക്ക് ലിവർപൂളിൽ അതില്ലല്ലോ. ടൗണിനുള്ളിലേക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര പാർക്കിംഗ് ചാർജ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങിയിട്ട് നോക്കി അടുത്തുള്ള ട്രാം സ്റ്റേഷൻ എവിടെയാണെന്ന്. 20 minutes വാക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അതാ ഈ ഒരു സ്ഥലം കാണുന്നത്. ഇതെന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിഞ്ഞൂടാ, കണ്ടപ്പോൾ ഒരു രസം. പിന്നെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങോട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെറിയ കനാല് പോലെ കാണുന്നിടത്ത് കുറച്ച് കുഞ്ഞു ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കാണുന്ന പാലത്തിൽ കൂടെ ട്രെയിനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു രസം തോന്നി, അങ്ങനെ ഇറങ്ങിയതാണ്. അതിൻ്റെ സൈഡിൽ കൂടെ അത് കണ്ടില്ലേ, കുറേ താറാവുകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നാട്ടിലെ താറാവിനെ പോലെയുള്ള കുറച്ച് വലിപ്പം കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇത് താറാവ് തന്നെയാണോ അതോ താറാവിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട വേറെ എന്തെങ്കിലും സാധനമാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഇതിനെ താറാവെന്ന് തന്നെ വിളിക്കാം. അപ്പം അങ്ങനെ കുറേ ഇതിന് താറാവ് നിന്നതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടു. എല്ലാവരും നല്ല പോസ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 എണ്ണം കൂടെ നല്ല ജാടയിട്ട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തിരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അയ്യോ അവൾ നമ്മളെല്ലാം എടുക്കണേന്ന്. പിന്നെയും കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നിന്ന് നോക്കിയ സമയം നോക്കിയപ്പോഴാണ് 1 hour ഓൾറെഡി കഴിഞ്ഞിരുന്നു. നമുക്ക് ആക്ച്വലി പാർക്കിംഗ് 3 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. സോ 1 hour കഴിഞ്ഞു, ഇനിയിപ്പോൾ 2 മണിക്കൂറും കൂടെ ഉള്ളൂ. നമ്മൾ കാണാൻ പോയ സ്ഥലത്ത് എത്തിയിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് പരിപാടി നിർത്തിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നിന്നു. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഈ മ്യൂസിയം കണ്ടത്. പക്ഷേ അവിടെ കയറാൻ വേണ്ടി ഇങ്ങനെ കയറണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്രീ ബസ് കാണുന്നത്. ഇവിടെ മാഞ്ചസ്റ്ററിലൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഫ്രീ ബസ് ഉണ്ട്, നമുക്ക് ടിക്കറ്റൊന്നും വേണ്ട. സിറ്റിക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സാണ് കേട്ടോ. അങ്ങനെ ഫ്രീ എന്ന ബോർഡ് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അതെല്ലാം കൂടെ വലിഞ്ഞു കയറി. അങ്ങനെ സിറ്റിക്കുള്ളിൽ കൂടെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങി. ഇത് കണ്ടോ, ചെറിയൊരു പാളം പോലെ നമ്മളുടെ റോഡിൽ കൂടെ, അതാണ് ഈ ട്രാം പോകുന്ന വഴി. എന്നാൽ പിന്നെ അവിടെ അടുത്തെങ്ങനെ ട്രാം സ്റ്റേഷൻ കാണുമെന്ന് വിചാരിച്ച് തൊട്ടടുത്ത് കണ്ട സ്റ്റോപ്പിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. അവിടെ നിന്ന് അങ്ങനെ അവിടുത്തെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അതാ കണ്ടില്ലേ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ്, നമ്മുടെ പാവകൾ, തൊപ്പി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് സൈഡ് വഴിയൊക്കെ. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുന്ന വഴിക്കാണ് ഒരു ഷോപ്പിംഗ് മാൾ കണ്ടത്. അപ്പോൾ അഖിലേട്ടന് ലക്ഷ്മിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു എയർപോഡ് വാങ്ങിക്കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും വാങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. അങ്ങനെ ഈ മോൾ കണ്ടപ്പോഴത്തേക്ക് പിന്നെ നേരെ അങ്ങോട്ട് കയറി.
പുറത്തുനിന്ന് കാണുമ്പോൾ അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള മോളാണ് എന്ന് തോന്നുമെങ്കിലും അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരന്ന് കിടക്കുവാണ്. അങ്ങനെ ആരോടൊക്കെയോ ചോദിച്ച് ഞങ്ങൾ ആപ്പിൾ സ്റ്റോർ കണ്ടുപിടിച്ചു. അങ്ങനെ ആപ്പിൾ സ്റ്റോറിൽ കയറി നേരെ എയർപോർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ പോയി ഒരു എയർപോർട്ട് സെലക്ട് ചെയ്തു. പേയ്മെൻറ്റ് നടത്തി ലക്ഷ്മിക്ക് അഖിലേട്ടൻ്റെ വക ഗിഫ്റ്റായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ലക്ഷ്മി ഇപ്പോൾ അടിമുടി ഒരു ആപ്പിളൂട്ടിയായി മാറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആപ്പിളൂട്ടിയായി മാറിയിരിക്കുകയാണ്. ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടെണ്ണത്തിനും ഭയങ്കര ചമ്മല്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ആപ്പിൾ സ്റ്റോറിൽ നേരെ ഇറങ്ങി ആപ്പിളിൻ്റെ കവറൊക്കെ പിടിച്ച് ജാടയ്ക്ക് ഇറങ്ങി നടന്നിട്ട് മോളുടെ ഏതോ ഒരു മൂലയ്ക്കത്തെ ഒരു 360 ഡിഗ്രി വ്യൂവും എടുത്തതിന് ശേഷം ഞങ്ങൾ ആ മോളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് നേരെ പോയത് ട്രാം സ്റ്റേഷനിലേക്കായിരുന്നു. ട്രാമിൽ കയറണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. സമയമില്ലാത്തത് കൊണ്ടും ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ പരിപാടികൾ വലിയ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ പിന്നെ ആ പ്ലാനും കൂടെ വേണ്ടാന്ന് വെച്ചു. ജസ്റ്റ് കണ്ടു തിരിച്ചു പോന്നു. അവിടെ നിന്ന് ഇനി അടുത്തത് പോകാനുള്ള സ്ഥലത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ടടുത്ത് തന്നെ ഒരു കത്തീഡ്രൽ കണ്ടു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് കത്തീഡ്രൽ അടച്ചിരുന്നു. ഇനി അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞങ്ങളുടെ കാല് ഞങ്ങളെ സമ്മതിച്ചില്ല. കാരണം നടന്ന് മടുത്തായിരുന്നു. അതുതന്നെയല്ല, പാർക്കിങ്ങിൻ്റെ ടൈമും ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. ആ കൂടെ തന്നെ അസഹനീയമായ വിശപ്പിൻ്റെ വിളിയും. ഇടയ്ക്ക് ലിഡിൽ നിന്ന് കയറി ചെറിയൊരു ബേക്കറി ഐറ്റം ഒക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നെങ്കിലും ഫുഡ് മെയിൻ ഉദ്ദേശത്തോടെ പോയതുകൊണ്ട് അത് തന്നെയായിരുന്നു മനസ്സിൽ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എൻ്റെ കൊച്ചു വയറ്റിൽ കിടന്ന് നല്ല ചവിട്ടായിരുന്നു. വിശന്നിട്ടാണെന്ന് തോന്നുന്നു, പാവം. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തിയേക്കുക. ഇനി നമുക്ക് വന്ന ഉദ്ദേശത്തിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞ് നേരെ കേരള കറി ഹൗസിലേക്ക് ഇട്ടു. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ അവിടുത്തെ സെറ്റപ്പ്. ഇവിടെ കണ്ടില്ലേ, ഒരു കുഞ്ഞു ബോർഡാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ കുറേ ബോർഡുകളുണ്ട്. ആ പറഞ്ഞതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ചൈനീസും ഇംഗ്ലീഷും നമ്മുടെ കേരള ഫുഡും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ കേരള ഫുഡ് ഇടുന്നത് കിച്ചൺ നമ്പർ 25-ലായിരുന്നു. ആ ചെറിയ കോറിഡോറിൽ കൂടെ തപ്പി പിടിച്ച് കേരള കറി ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തി. ഈ കോറിഡോറിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ടൈമിൽ സത്യം പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ പോയ ഫീൽ അല്ലായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. ഞങ്ങൾ പറയുമായിരുന്നു ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് റൂമും തപ്പി പോണ പോലെ ഉണ്ടെന്നായിരുന്നു. എന്നായാലും നമ്മുടെ കിച്ചൺ നമ്മൾ കണ്ടുപിടിച്ച് ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ വന്ന കുറച്ച് ആൾക്കാരും അവിടുത്തെ ഒരു സ്റ്റാഫും നിൽപ്പുണ്ട്. ആ സ്റ്റാഫ് പറഞ്ഞത് ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന വലിയ പോസ്റ്റർ ഉണ്ടോ, അതിൽ നോക്കിയിട്ട് നമ്മൾ അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് പേയും ചെയ്തിട്ട് കോമൺ ആയിട്ടൊരു സ്പേസ് ഉണ്ട്, അവിടെ പോയിരിക്കണം. നമുക്ക് ഫുഡ് അങ്ങോട്ടേക്ക് സെർവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഓർഡർ എല്ലാം ചെയ്തു, പേയ്മെൻറ്റും ചെയ്തു. ഇതാണ് ആ കാണുന്ന കോമൺ സ്പേസ്. ഇവിടെ വന്നിരുന്നു. ഇതൊക്കെ വിറ്റ് ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല കേട്ടോ, വെറുതെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ കണ്ണടച്ചിരുന്നതാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ടെത്തി. ഞാൻ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറായിരുന്നു. ചട്ടിച്ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പായസം, ഒരു മോരുകറി, ഒരു മീൻ കറി, പിന്നെ സാമ്പാർ, ഇത്രയാണുള്ളത് ചട്ടിച്ചോറിൻ്റെ അകത്തുള്ള വിഭവങ്ങൾ. കൂടാതെ ലക്ഷ്മി ഓർഡർ ചെയ്തത് ഒരു പൊതി, എന്തായിരുന്നു, നെയ്ച്ചോറ് പൊതിയായിരുന്നു കേട്ടോ. അഖിലേട്ടൻ ഓർഡർ ചെയ്തത് പാൽക്കപ്പയും ബീഫും കോംബോയും. വിച്ചു ഓർഡർ ചെയ്ത് ഒരു കിഴി കപ്പ ബിരിയാണിയും. എല്ലാവരും അവരവരുടെ ഫുഡൊക്കെ ഓപ്പൺ ചെയ്തു. എല്ലാം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നെയ്ച്ചോറ് പൊതിക്കകത്ത് ചിക്കൻ കറി, ബീഫ് ഫ്രൈ, സാലഡ്, ഒരു ഡേറ്റ്സ് പിക്കിള്, പിന്നെ ഒരു പപ്പടവും. ചട്ടിച്ചോറിനകത്താണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സൈഡിൽ കുറേ സാധനങ്ങളുണ്ട്. ഇത് കൂടാതെ ഇതിനകത്ത് ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ഫിഷ് ഫ്രൈ, ചമ്മന്തി, തോരൻ, മെഴുക്കുവരട്ടി, അച്ചാർ, പപ്പടം, അങ്ങനെ ഇത്യാദി സാധനങ്ങളും. ചട്ടിച്ചോറ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചട്ടിച്ചോറ് മാത്രമല്ല, എല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പാൽക്കപ്പ കോംബോ ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു, അതിന് മാത്രം കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരുന്നു. പക്ഷേ ഈ മാതിരി സാധനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം കൂടി കഴിച്ചപ്പോഴത്തേക്ക് വയറങ്ങണ്ട് നല്ലപോലെ നിറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും സാധനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊതി നെയ്ച്ചോറും പിന്നെ നമ്മുടെ ചട്ടിച്ചോറുമാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരു 2 മാസത്തിനുള്ളിൽ ഇവരുടെ പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന്. ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ അത് ഓപ്പൺ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ പിന്നെ റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോന്നു. വയറ് നിറഞ്ഞ് ഫുഡ് കഴിച്ചത് കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഇങ്ങ് പോന്നു. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ലക്ഷ്മിയുടെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് അന്നത്തെ ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ട് കടന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസ് കാണുന്നതിന് ഒരുപാട് നന്ദി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടാറ്റാ ബൈ ബൈ.